ഹലോ എവരിവൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി വരെയുള്ള പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി. എന്താണ് വിസ്കോസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്? വിസ്കോസിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസും വരും, ഒരുപാട് കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? എ മെഷർ ഓഫ് ഫ്ലൂയിഡ്സ് റെസിസ്റ്റൻസ് ടു ഫ്ലോ. ഫ്ലൂയിഡിന്റെ ഫ്ലോന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസിന്റെ മെഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിസ്കോസിറ്റി എന്ന് പറയുന്നത്. എങ്ങനെ ഈ ഫ്ലൂയിഡ് ഫ്ലോന് റെസിസ്റ്റൻസ് ഉണ്ടാവും? ഇപ്പോ ഇതിന്റെ സിഗ്നിഫിക്കൻസ് എപ്പോഴാണ് വരുന്നത്? വിസ്കോസിറ്റിയുടെ സിഗ്നിഫിക്കൻസ് എപ്പോഴും ഓർത്ത് വെക്കേണ്ടത്, ഒരു മൂവിങ് ഫ്ലൂയിഡിൽ അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്ന ഒരു ഫ്ലൂയിഡിൽ മാത്രമേ വിസ്കോസിറ്റി വരുന്നുള്ളൂ. ഓക്കെ, അല്ലെ വിസ്കോസിറ്റിന്റെ സിഗ്നിഫിക്കൻസ് വരുന്നുള്ളൂ. ഇപ്പൊ നമ്മളൊരു സോളിഡ്സിന്റെ കേസിൽ പറയുകയാണെങ്കിൽ, ഒരു സോളിഡിന്റെ കേസ് പറയുകയാണെങ്കിൽ എപ്പോഴാണ് ഫ്രിക്ഷൻ പറയുന്നത്? അത് സ്റ്റഡി ആയിട്ട് ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ നമ്മൾ ഫ്രിക്ഷൻ പറയും? ഇല്ല. അതെന്താണ്? അത് ഒരു പർട്ടിക്കുലർ സർഫസിന് മുകളിലൂടെ മൂവ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ഷനിൽ വരുന്നത്, അല്ലെ? അതുപോലെ തന്നെയാണ് എന്തിലും ഫ്ലൂയിഡിന്റെ കേസിലും. ഫ്ലൂയിഡിന്റെ വിസ്കോസിറ്റി എപ്പോഴാണ് സിഗ്നിഫിക്കൻസ് ആവുന്നത്? വിസ്കോസിറ്റി സിഗ്നിഫിക്കൻസ് ആവുന്നത് ഫ്ലൂയിഡ് മൂവ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു മൂവിങ് ഫ്ലൂയിഡിന്റെ കേസിലാണ്. അങ്ങനെ ഒരു മൂവിങ് ഫ്ലൂയിഡിന്റെ കേസിലുള്ള ഇന്റേണൽ ഫ്രിക്ഷൻ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ടു ഫ്ലോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഈ വിസ്കോസിറ്റി എങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്? ഇപ്പൊ നോക്കുക, നമുക്കറിയാം എല്ലാ ഫ്ലൂയിഡ്സും എന്താണ്? മോളിക്യൂൾസ് തമ്മിൽ ഇന്റർമോളിക്കുലർ ബോൺസ് ഉണ്ടാവും, അല്ലെ? മോളിക്യൂൾസ് തമ്മിൽ ഇന്റർമോളിക്കുലർ ബോൺസ് ഉണ്ടാവും. അപ്പോ ഒരു മോളിക്യൂള് മൂവ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് മോളിക്യൂൾ എന്ത് ചെയ്യും? അതിനെ റിവേഴ്സ് അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു മോളിക്യൂൾ മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതുമായിട്ട് ബോണ്ടിലുള്ള അല്ലെങ്കിൽ അതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന നെക്സ്റ്റ് മോളിക്യൂൾസ് എന്ത് ചെയ്യും? അതിനെ റെസിസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ഇന്റേണൽ ഫ്രിക്ഷൻ, മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്റേണൽ ഫ്രിക്ഷൻ കാരണം ഫ്ലൂയിഡ് ഫ്ലോയിനുണ്ടാകുന്ന റെസിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വിസ്കോസിറ്റി കൂടുതലാണ്, ഒരു ഫ്ലൂയിഡിന്റെ വിസ്കോസിറ്റി കൂടുതലാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് അത്രമാത്രം റെസിസ്റ്റൻസ് ആണ്, ഫ്ലോന് അത്രമാത്രം റെസിസ്റ്റൻസ് ആണ് ആ ഫ്ലൂയിഡിന് ഉള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു തേനും വാട്ടറും കമ്പയർ ചെയ്യുക, ഹണിയും വാട്ടറും കമ്പയർ ചെയ്യുമ്പോൾ വാട്ടർ എന്ത് ചെയ്യും? കുറച്ചും കൂടെ സ്പീഡിൽ ഫ്ലോ ചെയ്യും, അല്ലെ? അതേസമയം ഹണി എന്താണ്? കുറച്ച്, അല്ലെങ്കിൽ വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ പതുക്കെ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ എന്താണ് അതിന് കാരണം? ഹണീന്റെ വിസ്കോസിറ്റി എന്താണ്? തേന്റെ വിസ്കോസിറ്റി വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായതുകൊണ്ടാണ് അത് പതുക്കെ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയും റെസിസ്റ്റൻസ് കൂടുതലാണ് അതിന്, അത്രയും വിസ്കോസിറ്റി കൂടുതലാണ്. അപ്പോ വിസ്കോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? എ ഫ്ലൂയിഡ് റെസിസ്റ്റൻസ് ടു ഫ്ലോ. ഒരു ഫ്ലോന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ് റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിസ്കോസിറ്റിയുടെ കാരണം എന്തൊക്കെയാണ്? മെയിൻ ആയിട്ട് രണ്ട് കാരണമാണ് ഫ്ലൂയിഡിന്റെ വിസ്കോസിറ്റിക്ക് കാരണം. ഒന്ന് കൊഹിഷൻ, മറ്റേത് ഇന്റർമോളിക്കുലാർ മൊമെന്റം ട്രാൻസ്ഫർ. കൊഹിഷൻ എന്ന് വെച്ചാൽ എന്താ? സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ കൊഹിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇനി അങ്ങോട്ട് വരുന്ന കേസിൽ പറയും. ഓക്കെ, അപ്പൊ കൊഹിഷൻ എന്ന് പറയുന്നത് സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്റ്റീവ് ഫോഴ്സ് കാരണം, സെയിം മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ട് ചെയ്യുന്ന കാരണം എന്ത് ചെയ്യും? ഒരു മോളിക്യൂൾസ് മൂവ് ചെയ്യുമ്പോൾ മറ്റേ മോളിക്യൂൾസ് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ആണ് എന്ത്? കൊഹിഷൻ കാരണം ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ഇന്റർമോളിക്കുലാർ മൊമെന്റം ട്രാൻസ്ഫർ. നമുക്കറിയാം മോളിക്യൂൾസ് എപ്പോൾ മൂവ് ചെയ്യാണ്, മോളിക്യൂൾസ് എപ്പോൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൊളൈഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന മോളിക്യൂൾസിന്റെ മൊമെന്റംസ് ഈ കൊളൈഡ് ചെയ്യുമ്പോൾ മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ചെയ്യുമ്പോൾ ഈ മൊമെന്റം ട്രാൻസ്ഫർ ഉണ്ടാവും. ഒരു മോളിക്യൂൾസിന്റെ മൊമെന്റം വേറൊരു മോളിക്യൂളിന് ട്രാൻസ്ഫർ ചെയ്യും. അതായത് ഒരു മോളിക്യൂൾ സ്പീഡിൽ വന്ന് മറ്റേതിന് കൊളൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ ഒരു മൂവ് ചെയ്യുന്ന മറ്റേ മോളിക്യൂൾസിന്റെ ഫ്ലോനെ അത് റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കേസാണ് എന്ത്? മോളിക്കുലാർ മൊമെന്റം ട്രാൻസ്ഫർ. ഇന്റർ മോളിക്കുലാർ മൊമെന്റം ട്രാൻസ്ഫർ കൊണ്ടും എന്തുണ്ടാവാം? വിസ്കോസിറ്റി ഉണ്ടാവാം. ഇത് സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്നത് ഗ്യാസിനാണ്. അതായത് ലിക്വിഡിന്റെ കേസിൽ സിഗ്നിഫിക്കൻസ് കൊഹിഷൻ ആണ്, കൊഹിസീവ് ഫോഴ്സിനാണ്. അതേസമയം ഗ്യാസിന്റെ കേസിൽ ഇന്റർമോളിക്കുലാർ മൊമെന്റം ട്രാൻസ്ഫർ കാരണമാണ് വിസ്കോസിറ്റി സിഗ്നിഫിക്കന്റ് ആയിട്ട് ഉണ്ടാകുന്നത്. ഓക്കെ, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള എഫക്ട് എന്ന് പറയുന്നത് ഇന്റർമോളിക്കുലർ മൊമെന്റം ട്രാൻസ്ഫർ ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, അത് ഓർത്ത് വെക്കണം. ഈ ഗ്യാസിലും ലിക്വിഡ്സിലും ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് വിസ്കോസിറ്റിയുടെ ചേഞ്ച് രണ്ട് തരത്തിലാണ്. അതിൽ ഒരു കാരണം ഇതാണ്, കൊഹിഷനും ഇന്റർമോളിക്കുലർ മൊമെന്റം ട്രാൻസ്ഫറും ആണ് ഈ ഒരു ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് വിസ്കോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാകാനുള്ള കാരണം. ഓക്കെ, അത് നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ്, അപ്പോ ഇങ്ങനെ എന്താണ്? ഈ ഇന്റേണൽ ഫ്രിക്ഷൻ കാരണം ഫ്ലൂയിഡ് ഫ്ലോ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ
വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ് മോഷൻ റെസിസ്റ്റൻസ് ടു മോഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? വിസ്കോസിറ്റി കൂടുതലായിരിക്കും. ഒരു ഫ്ലൂയിഡ് മോഷൻ ലാർജ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിന്റെ വിസ്കോസിറ്റി കൂടുതലാണ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഒരു കേസ് നോക്കുക. ഇവിടെ ഒരു ഫ്ലാറ്റ് സർഫസ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മളൊരു പെർട്ടിക്കുലർ ഫ്ലാറ്റ് സർഫസ്, ആ സർഫസിന്റെ മുകളിലൂടെ ഒരു യു ഇൻഫിനിറ്റിയിൽ അല്ലെങ്കിൽ ഒരു യു വെലോസിറ്റിയിൽ എന്ത് ചെയ്യുന്നു? യു ഇൻഫിനിറ്റി വെലോസിറ്റിയിൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സർഫസിന്റെ കോണ്ടാക്റ്റിൽ വരുന്ന പോയിന്റിൽ, ഈ പെർട്ടിക്കുലർ കോണ്ടാക്റ്റിൽ വരുന്ന പോയിന്റിൽ ഫ്ലൂയിഡ് മോളിക്യൂൾസിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ആ പെർട്ടിക്കുലർ കോണ്ടാക്ട്, അതായത് സർഫസുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഫ്ലൂയിഡിന് എന്തുണ്ടാവില്ല? വെലോസിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫ്ലൂയിഡ് റെസ്റ്റിലായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോ സ്ലിപ്പ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ കണ്ടീഷനെയാണ് നോ സ്ലിപ്പ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ തൊട്ട് മുകളിലുള്ള ഫ്ലൂയിഡ് എന്തായിരിക്കും? തൊട്ട് മുകളിലുള്ള ഫ്ലൂയിഡിന് ഒരു ചെറിയ വെലോസിറ്റി ഉണ്ടാവും. അതിനെയും കുറച്ചും കൂടെ മുകളിലുള്ള ഫ്ലൂയിഡിനോ അതിനേക്കാളും കുറച്ചുകൂടെ വെലോസിറ്റി ഉണ്ടാവും. അതിനെയും മുകളിലുള്ള ഫ്ലൂയിഡിന് കുറച്ചുകൂടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്ത് വരും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഫൈൽ കിട്ടും. ഇതിനെയാണ് നമ്മൾ വെലോസിറ്റി പ്രൊഫൈൽ എന്ന് പറയുന്നത്. അതായത് വൈ ഡയറക്ഷനിൽ നമ്മൾ മൂവ് ചെയ്യുന്നതനുസരിച്ച്, വൈ ഡയറക്ഷനിൽ സ്റ്റേഷനറി സർഫസിൽ നിന്ന് മുകളിലേക്ക് മൂവ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഫ്ലൂയിഡിന്റെ വെലോസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്ത് ഫൈനലി എന്താവും? ഫൈനലി നമ്മുടെ ഫ്ലോ വെലോസിറ്റിക്ക് ഈക്വലാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു പ്രൊഫൈൽ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു പ്രൊഫൈലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആ ഒരു പ്രൊഫൈലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് വെലോസിറ്റി പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഈ പോയിന്റിൽ എന്തായിരിക്കും? വെലോസിറ്റി 0 ആയിരിക്കും. ഇവിടെ ചെറിയൊരു വെലോസിറ്റി ഉണ്ടാവും, ഇവിടെ കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ചെറിയ പോർഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രൊഫൈൽ ഇങ്ങനെയാണെങ്കിൽ ഈ ചെറിയ പോർഷന്റെ ഇടയിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്ട്രെയിറ്റ് പോർഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു പോർഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഇതൊരു dy തിക്നെസ് ഉള്ള ഒരു ഫ്ലൂയിഡ് ലെയർ ആണ്. അതിന്റെ ബോട്ടത്തിലുള്ള ഈ പോയിന്റിലുള്ള ഫ്ലൂയിഡ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? യു ആണ്. അതിന്റെ തൊട്ട് മുകളിലുള്ള ലെയറിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് യു പ്ലസ് ഡി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചെറിയ പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പോർഷൻ ഇങ്ങോട്ടേക്ക് അത് എൻലാർജ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കിട്ടാൻ പോകുന്നത്. ഇങ്ങനെ ഒരു പോർഷൻ ആയിരിക്കും കിട്ടാൻ പോകുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ വെലോസിറ്റി എന്താണ്? ഇവിടെ യു ആണ്, ഇവിടെ യു പ്ലസ് ഡി യു ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ടി ടൈം കൊണ്ടാണ് ഈ ഒരു ഡിസ്റ്റൻസ് മൂവ് ചെയ്തെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് യു ഡി ടി ആയിരിക്കുമല്ലോ. ഈ ഒരു ഡിസ്റ്റൻസ് നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ ടൈം ആയിരിക്കും എന്ത്? വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വെലോസിറ്റി യു ഇൻറ്റു ഡി ടി ആയിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ ഇത്രയും കൂടുതൽ വെലോസിറ്റി ആണ് ടോപ്പ് ലെയറിനുള്ളത്. ഈ ഒരു ആംഗിൾ നമ്മൾ ഡി തീറ്റ, ഈ ആംഗിൾ ഇത്രയുമാണ് നമ്മുടെ ഫ്ലൂയിഡിന് വന്ന ഡീഫോർമേഷൻ, അല്ലെ? ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന സ്പീഡ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യു പ്ലസ് ഡി യു ഇൻറ്റു ഡി ടി ആയിരിക്കും. ഇതിൽ തന്നെ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് യു ഡി ടി ആയിരിക്കും. ഇതെന്തായിരിക്കും? ഡി യു ഇൻറ്റു ഡി ടി ആയിരിക്കും, ആണല്ലോ. ഈ ഒരു ഹൈറ്റ് ഡി വൈ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ കേസിൽ ടാൻ ഡി തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഡി യു ഇൻറ്റു ഡി ടി ഡിവൈഡഡ് ബൈ ഡി വൈ എന്ന് എഴുതാലോ. നമുക്കറിയാം വളരെ സ്മോൾ ആംഗിൾ ആണെങ്കിൽ ടാൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽസ് എന്തായിരിക്കും? ടാൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡി തീറ്റ. അപ്പോ നമുക്ക് ഇതെങ്ങനെ എഴുതാം? ഡി തീറ്റ ഈസ് ഈക്വൽ ടു ഡി യു ഇൻറ്റു ഡി ടി ബൈ ഡി വൈ എന്ന് എഴുതാം. ഫൈനലി ഈ ഡി ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ഡി യു ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി യു ബൈ ഡി വൈ എന്ന് എഴുതാം.
ഓക്കെ, ഈ വെലോസിറ്റി പ്രൊഫൈലിൽ നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടും. ഇതിൽ ഈ ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറയുന്നത്, ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പർട്ടിക്കുലർ എലിമെന്റിനുള്ള റേറ്റ് ഓഫ് ഷിയർ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഷിയർ ഡീഫോർമേഷൻ ആണ്. അപ്പോ ഡി തീറ്റ ബൈ ഡി ടി നമ്മൾ പറയുന്നതാണ് എന്ത്? റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. ഈ ഡി യു ബൈ ഡി വൈ എന്ന് വെച്ചാൽ വൈ ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് വെലോസിറ്റി പ്രൊഫൈലിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതാണ് എന്ത്? വെലോസിറ്റി ഗ്രേഡിയന്റ്, വെലോസിറ്റി ഗ്രേഡിയന്റ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഷിയർ ഡീഫോർമേഷൻ, അങ്ങനെയും പറയാം. റേറ്റ് ഓഫ് ഷിയർ സ്ട്രെസ് ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഷിയർ ഡീഫോർമേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് കിട്ടി, വെലോസിറ്റി ഗ്രേഡിയന്റ്. ഓക്കെ, വിസ്കോസിറ്റിന്റെ കേസിൽ അല്ലെങ്കിൽ ഈ ഒരു ഫ്ലൂയിഡ് ഫ്ലോന്റെ കേസിൽ വെലോസിറ്റി പ്രൊഫൈൽ വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ ആണ് എന്ത്? ഒരു റിലേഷൻ ആണ് എന്ത്? ഡി തീറ്റ ബൈ ഡി ടി ഈക്വൽ ടു ഡി യു ബൈ ഡി വൈ. അതായത് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഗ്രേഡിയന്റ്. ഇനി നെക്സ്റ്റ് വിസ്കോസിറ്റിയുടെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ഓക്കെ, അപ്പൊ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്താ പറയുന്നത് വെച്ചാൽ the shear stress tau on a fluid element, അതായത് ഫ്ലൂയിഡ് ഡിഫോർമേഷന് കാരണമായിട്ടുള്ള ഷിയർ സ്ട്രെസ് ഓൺ എ ഫ്ലൂയിഡ് ലെയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഡി തീറ്റ ബൈ ഡി ടി അല്ലെ? നേരത്തെ ഈ കേസ് പറഞ്ഞ ഡി തീറ്റ ബൈ ഡി ടി ആണ് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. ഓക്കെ, റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡി തീറ്റ ബൈ ഡി ടി. അപ്പോ ടോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി തീറ്റ ബൈ ഡി ടി. ടോ എന്ന് വെച്ചാൽ എന്താണ്? ഷിയർ സ്ട്രെസ് ഓൺ എ ഫ്ലൂയിഡ് എലിമെന്റ്. ഒരു ഫ്ലൂയിഡ് എലിമെന്റിൽ അപ്ലൈ ചെയ്യുന്ന ഷിയർ സ്ട്രെസ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആയിരിക്കും? റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. ഈ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ തന്നെ എന്തിന് ഈക്വൽ ആയിരിക്കും? ഡി യു ബൈ ഡി വൈ അല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയന്റ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ടോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി യു ബൈ ഡി വൈ എന്ന് എഴുതാലോ? ടോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി യു ബൈ ഡി വൈ. അങ്ങനെയാണെങ്കിൽ ഈ ഷിയർ സ്ട്രെസ്സിനെ നമുക്ക് ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ നമുക്കൊരു കോൺസ്റ്റന്റ് വെച്ചിട്ട് ഈ പ്രൊപ്പോർഷണാലിറ്റിയെ നമുക്കൊരു കോൺസ്റ്റന്റ് വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്യാം. ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മ്യൂ ആണ് ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അതായത് ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ എന്ന് എഴുതാം. നമുക്ക് ഈ റിലേഷൻ എങ്ങനെ എഴുതാം? ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെയാണ് നമ്മൾ പറയുന്നത് കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി അല്ലെങ്കിൽ കോയിഫിഷ്യന്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വിസ്കോസിറ്റി എന്ന് പറയുന്നതൊക്കെ എന്താണ്? ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മ്യൂ ഈസ് ഈക്വൽ ടു ടോ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. ഇതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് വിസ്കോസിറ്റിയിൽ. ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. അതായത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു വെലോസിറ്റി ഗ്രേഡിയന്റ്. ഈ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതായത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി അതായത് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, ഷിയർ സ്ട്രെസ് അപ്ലൈഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആയിട്ടുള്ള ആ ഒരു ലോ ഫോളോ ചെയ്യുന്ന ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. ഈ ഡി യു ബൈ ഡി വൈ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ്. അപ്പോൾ ഈ മ്യൂ എന്നുള്ള പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനാണ് നമ്മൾ കോയിഫിഷ്യന്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി, കോയിഫിഷ്യന്റ് ഓഫ് ആബ്സല്യൂട്ട് വിസ്കോസിറ്റി എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ജനറലി വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മ്യൂ ആണ് നമ്മൾ അർത്ഥമാക്കുന്നത്. ജനറലി വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഈ മ്യൂ ആണ്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്താ പറയുന്നത്? ഷിയർ സ്ട്രെസ് ഓൺ എ ഫ്ലൂയിഡ് ലെയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയന്റ്. അപ്പോൾ നമുക്ക് അതിനെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വെച്ച് ഇക്വേറ്റ് ചെയ്യുന്നു. ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ നമ്മൾ കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി അല്ലെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വിസ്കോസിറ്റി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? മ്യൂ ഈസ് ഈക്വൽ ടു ടോ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. അതായത് ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി.
ഓക്കെ, അപ്പൊ മ്യൂ ഈസ് ഈക്വൽ ടു ടോ ഇൻറ്റു ഡി തീറ്റ ബൈ മ്യൂ ഈസ് ഈക്വൽ ടു ടോ ഡിവൈഡഡ് ബൈ ഡി തീറ്റ ബൈ ഡി ടി. ടോ ഡിവൈഡഡ് ബൈ ഡി തീറ്റ ബൈ ഡി ടി. അപ്പോ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മ്യൂ ഈസ് ഈക്വൽ ടു, അതായത് ആബ്സല്യൂട്ട് വിസ്കോസിറ്റി അല്ലെങ്കിൽ വിസ്കോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആംഗുലാർ ഡീഫോർമേഷൻ. ആംഗുലാർ ഡീഫോർമേഷൻ, ഒരു പെർട്ടിക്കുലർ ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ ആംഗുലാർ ഡീഫോർമേഷൻ കൂടുതൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? വിസ്കോസിറ്റി കുറവാണ്. അപ്പോൾ വിസ്കോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആംഗുലാർ ഡീഫോർമേഷൻ. ഇതാണ് ആംഗുലാർ ഡീഫോർമേഷൻ, ഡി തീറ്റ ബൈ ഡി ടി അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. ആ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ത്? ഒരു ഫ്ലൂയിഡിന്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ വിസ്കോസിറ്റിനെ നമുക്ക് എങ്ങനെയും കൂടി ഡിഫൈൻ ചെയ്യാം. ഒരു യൂണിറ്റ് ആംഗുലാർ ഡീഫോർമേഷൻ ഉണ്ടാക്കാൻ റിക്വയർഡ് ആയിട്ടുള്ള ഷിയർ സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിസ്കോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആംഗുലാർ ഡീഫോർമേഷൻ. അതും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കുക. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ചോദിക്കും, അതിന്റെ കൺവേർഷൻസ് ചോദിക്കും. ഓക്കെ, അപ്പൊ വിസ്കോസിറ്റിയുടെ യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഈ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിനെ നമുക്ക് എന്ത് എഴുതാം? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? പ്രഷറിന്റെ യൂണിറ്റ് ആണ്, അതായത് പാസ്കൽ. ഓക്കെ, അപ്പോ വിസ്കോസിറ്റിനെ നമുക്ക് എങ്ങനെയും കൂടി എഴുതാം? പാസ്കൽ സെക്കൻഡ് എന്നും കൂടി എഴുതാം. പാസ്കൽ സെക്കൻഡ് എന്നും കൂടി എഴുതാം. ഇതിനെ തന്നെ നമുക്ക് കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് എന്ന് കൂടെ എഴുതാം. ഓക്കെ, അപ്പൊ SI യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് പാസ്കൽ സെക്കൻഡ് അല്ലെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഇനി MKS യൂണിറ്റിൽ വിസ്കോസിറ്റിയുടെ യൂണിറ്റ് കിലോഗ്രാം ഫോഴ്സ് സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. കിലോഗ്രാം ഫോഴ്സ് സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. CGS യൂണിറ്റില് ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഈ SI യൂണിറ്റിനെ സെന്റിമീറ്ററിലേക്കും ഗ്രാമിലേക്കും കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന യൂണിറ്റ് ആണ് ഇത്. ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഇത് തന്നെയാണ് എന്ത്? ഗ്രാം പെർ സെന്റിമീറ്റർ സെക്കൻഡ്. അപ്പോ ഈ ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ഗ്രാം പെർ സെന്റിമീറ്റർ സെക്കൻഡ് എന്നുള്ളതിന്റെ ഒരു പേരാണ്, അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ പറയുന്നത് പോയിസ്. ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ഗ്രാം പെർ സെന്റിമീറ്റർ സെക്കൻഡ് എന്ന് പറയുന്ന വിസ്കോസിറ്റിയുടെ യൂണിറ്റിന് നമ്മൾ പറയുന്നതാണിത് പോയിസ്. ആ പെർട്ടിക്കുലർ യൂണിറ്റിനെ CGS യൂണിറ്റിനെ അല്ലെങ്കിൽ CGS യൂണിറ്റിലുള്ള വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ആണെന്ത്? പോയിസ്. ഓക്കെ, 1 പോയിസ് എന്ന് പറയുന്നത് 1 ഗ്രാം പെർ സെന്റിമീറ്റർ സെക്കൻഡ് അല്ലെങ്കിൽ 1 ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഈ ഒരു ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയറിനെ നമ്മൾ പറയുന്ന ഇതാണ് എന്ത്? പോയിസ്. ആ യൂണിറ്റിന്റെ പേരാണ് പോയിസ്. ഇനി CGS യൂണിറ്റിലെ ഈ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കും. അതായത് വിസ്കോസിറ്റിയുടെ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വിസ്കോസിറ്റിയുടെ ഡൈനാമിക് വിസ്കോസിറ്റിയുടെ CGS യൂണിറ്റ് എന്താണെന്നുള്ളത് എക്സാമിൽ എപ്പോഴും ചോദിക്കും. ഓക്കെ, ഇനി വേറൊരു കേസ് വരും, അതിന്റെ കൺവേർഷൻ ആണ്. അതായത് SI യൂണിറ്റും CGS യൂണിറ്റും തമ്മിലുള്ള കൺവേർഷൻ. 1 പോയിസ് എത്ര പാസ്കൽ സെക്കൻഡ് ആണ് അല്ലെങ്കിൽ 1 പോയിസ് എത്ര ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരിക. 1 പോയിസ് ഈക്വൽ ടു 1/10 അല്ലെങ്കിൽ 0.1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 0.1 പാസ്കൽ സെക്കൻഡ്. അതും ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർത്ത് വെക്കണം. 1 പോയിസ് ഈസ് ഈക്വൽ ടു 0.1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഇനി നെക്സ്റ്റ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സിന്റെ, അതായത് വാട്ടറിന്റെ എയറിന്റെ ഒക്കെ വിസ്കോസിറ്റി എത്രയാണെന്ന് നമ്മൾ ഓർത്ത് വെക്കണം. അത് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ അത് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോ വാട്ടറിന്റെ വിസ്കോസിറ്റി അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്, 20 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടറിന്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് 0.001 പാസ്കൽ സെക്കൻഡ് ആണ്. 0.001 പാസ്കൽ സെക്കൻഡ് അല്ലെങ്കിൽ 0.01 പോയിസ് അല്ലെങ്കിൽ 1 സെന്റി പോയിസ്. ഞാൻ 3 പേരിലും പറയാം. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും തരത്തിലായിരിക്കും ചോദിക്കുന്നത്. വാട്ടറിന്റെ വിസ്കോസിറ്റി ഓർത്ത് വെക്കുക 0.001 പാസ്കൽ സെക്കൻഡ്. 0.001 പാസ്കൽ സെക്കൻഡ്. ആ ഒരു യൂണിറ്റ്, ആ ഒരു ക്വാണ്ടിറ്റി അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സെന്റി പോയിസിലുള്ളയാണെങ്കിലും അല്ലെങ്കിൽ പോയിസിലുള്ളയാണെങ്കിലും എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെ? ഓക്കെ, അതുപോലെ തന്നെ എയറിന്റെ വിസ്കോസിറ്റി വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? വളരെ കുറവാണ്. 18 × 10⁻⁻⁶ പാസ്കൽ സെക്കൻഡ്.
18 × 10⁻⁶ പാസ്കൽ സെക്കൻഡ് ആണ് എയറിന്റെ വിസ്കോസിറ്റി. വേറൊരു കാര്യം കൂടെ ഓർത്ത് വെക്കണം, വാട്ടറിന്റെ വിസ്കോസിറ്റി ഈസ് ഈക്വൽ ടു 55.55 ടൈംസ് വിസ്കോസിറ്റി ഓഫ് എയർ. എയറിന്റെ വിസ്കോസിറ്റിയുടെ 55.55 ടൈംസ് ആണ് എന്ത് വാട്ടറിന്റെ വിസ്കോസിറ്റി എന്നുള്ളത്. ഇതും ചിലപ്പോഴൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോ വാട്ടറിന്റെ വിസ്കോസിറ്റി എത്രയാണ്? 0.001 പാസ്കൽ സെക്കൻഡ്. എയറിന്റെ വിസ്കോസിറ്റി 18 × 10⁻⁶ പാസ്കൽ സെക്കൻഡ്. വാട്ടറിന്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് 55.55 ടൈംസ് വിസ്കോസിറ്റി ഓഫ് എയർ. ഇനി നെക്സ്റ്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ഡൈനാമിക് വിസ്കോസിറ്റി. ഇനി വരുന്ന നെക്സ്റ്റ് ടേമാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി. എന്താ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് വെച്ചാൽ റേഷ്യോ ബിറ്റ്വീൻ ഡൈനാമിക് വിസ്കോസിറ്റി ആൻഡ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. ഡൈനാമിക് വിസ്കോസിറ്റി അതായത് മ്യൂ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെങ്കിൽ മ്യൂവിന്റെ കേസിൽ അതും ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ഒന്നുമില്ല. അതായത് ഡെൻസിറ്റി ഓഫ് വിസ്കോസിറ്റി ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ കേസിൽ അങ്ങനെയല്ല. കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. അതായത് ന്യൂ എന്നുള്ള ഗ്രീക്ക് സിമ്പിൾ വെച്ചിട്ടാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. ന്യൂ ഈസ് ഈക്വൽ ടു മ്യൂ ബൈ റോ ആണ് കൈനമാറ്റിക് വിസ്കോസിറ്റി. ഈ കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഓക്കെ, അതായത് മ്യൂയുടെ യൂണിറ്റും ഡെൻസിറ്റിയുടെ യൂണിറ്റും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടുന്നത് എന്താണ്? മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇത് തന്നെ വേറൊരു പ്രോപ്പർട്ടീസിന്റെയും കൂടെ യൂണിറ്റ് ആണ്. അതായത് വേറൊരു കാര്യത്തിന്റെയും കൂടി യൂണിറ്റ് ആണ് മൊമെന്റം ഡിഫ്യൂസിവിറ്റി. അവിടെയാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്. അതായത് കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഫ്ലൂയിഡിന്റെ മൊമെന്റം ഡിഫ്യൂസിവിറ്റി അല്ലെങ്കിൽ അത് മൊമെന്റം ട്രാൻസ്ഫർ ചെയ്യാനുള്ള എബിലിറ്റീനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണിത് കൈനമാറ്റിക് വിസ്കോസിറ്റി. ഇപ്പൊ നമ്മളൊരു ഫ്ലൂയിഡിൽ അല്ലെങ്കിൽ ഒരു വെള്ളത്തിലേക്ക് ഒരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ അതിൽ ഓളം ഉണ്ടാവും അല്ലെ? ആ മൊമെന്റം ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം നമ്മളൊരു ക്ലേയിൽ അല്ലെങ്കിൽ ഒരു ചതുപ്പിലാണ് എറിയുന്നതെങ്കിലും അത്ര അധികം ഡിഫ്യൂസിറ്റി ഉണ്ടാവില്ല അല്ലെ? ഓക്കെ, അപ്പൊ ആ ഒരു എമൗണ്ടിന്റെ മെഷർ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൈനമാറ്റിക് വിസ്കോസിറ്റി. അതായത് ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡ് ബൈ ഡെൻസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി. കൈനമാറ്റിക് വിസ്കോസിറ്റി ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി ആയിട്ട് ഡിപ്പെൻഡന്റ് ആണ്. അതേസമയം ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെങ്കിൽ മ്യൂ എന്തല്ല ഡെൻസിറ്റി ആയിട്ട് റിലേഷൻ ഒന്നുമില്ല. ഇനി ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കൈനമാറ്റിക് വിസ്കോസിറ്റിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ CGS യൂണിറ്റ്. കൈനമാറ്റിക് വിസ്കോസിറ്റിന്റെ CGS യൂണിറ്റ് ആണ് സ്റ്റോക്ക് ആണ് കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ CGS യൂണിറ്റ്. SI യൂണിറ്റ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ 1 സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ 10⁻⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്, ഓർത്ത് വെക്കണം. 1 സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 10⁻⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു അബ്സല്യൂട്ട് വിസ്കോസിറ്റി ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് എയർ ഈസ് വെരി ലെസ് ദാൻ ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് വാട്ടറിന്റെ വിസ്കോസിറ്റി കമ്പയർ ചെയ്യുമ്പോൾ എയറിന്റെ വിസ്കോസിറ്റി എന്താണ്? വളരെ അധികം കുറവാണ് അല്ലെ? പക്ഷെ ഇവിടെ കൈനമാറ്റിക് വിസ്കോസിറ്റി ഓഫ് എയർ എന്ന് പറയുന്നത് കൈനമാറ്റിക് വിസ്കോസിറ്റി ഓഫ് വാട്ടറിനേക്കാൾ കൂടുതലാണ്. കൈനമാറ്റിക് വിസ്കോസിറ്റി ഓഫ് എയർ ഈസ് ഗ്രേറ്റർ ദാൻ കൈനമാറ്റിക് വിസ്കോസിറ്റി ഓഫ് വാട്ടർ. എന്താ കാരണം? ഇവിടെ ഈ കൈനമാറ്റിക് വിസ്കോസിറ്റിയിൽ ഇവിടെ ഒരു ടേം നിങ്ങൾ കാണുന്നില്ലേ? മ്യൂ ഡിവൈഡ് ബൈ റോ. ഈ ഡെൻസിറ്റി ഓഫ് എയർ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഡിനോമിനേറ്ററിൽ വരുന്ന ക്വാണ്ടിറ്റി, എയറിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് എയറിന്റെ ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ എയറിന്റെ കൈനമാറ്റിക് വിസ്കോസിറ്റി, എയറിന്റെ മ്യൂ ബൈ റോ എന്നുള്ള ക്വാണ്ടിറ്റി വരുമ്പോൾ എയറിന്റെ കൈനമാറ്റിക് വിസ്കോസിറ്റി എപ്പോഴും വാട്ടറിന്റെ കൈനമാറ്റിക് വിസ്കോസിറ്റിനേക്കാൾ കൂടുതലാണ്. എയറിന്റെ കൈനമാറ്റിക് വിസ്കോസിറ്റി. അതേസമയം എയറിന്റെ വിസ്കോസിറ്റി അല്ലെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി എന്താണ്? വാട്ടറിന്റെ ഡൈനാമിക് വിസ്കോസിറ്റിയേക്കാൾ വളരെ കുറവാണ്. വാട്ടറിന്റെ ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് 55.55 ടൈംസ് എയറിന്റെ
ഡൈനാമിക് വിസ്കോസിറ്റിയാണ്. ഓക്കെ, അതേസമയം കൈനമാറ്റിക് വിസ്കോസിറ്റി ഏതിനാണ് കൂടുതൽ? എയറിനാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി കൂടുതൽ. ഇനി എപ്പോഴും ക്വസ്റ്റ്യനിൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, വേരിയേഷൻ ഓഫ് വിസ്കോസിറ്റി വിത്ത് ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് വിസ്കോസിറ്റിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിക്വിഡിലും ഗ്യാസിലും ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് വിസ്കോസിറ്റിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഓക്കെ, ലിക്വിഡില് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി എന്താ ചെയ്യുക? ഡിക്രീസ് ചെയ്യും. അതേസമയം എയറിന്റെ കേസിൽ, അതല്ലെങ്കിൽ ഗ്യാസിന്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ലിക്വിഡിന്റെ കേസിൽ എപ്പോഴും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. എയറിന്റെ അല്ലെങ്കിൽ ഗ്യാസിന്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ലിക്വിഡിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യുന്നതും ഗ്യാസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതും? അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വിസ്കോസിറ്റി എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞില്ലേ, അതായത് കൊഹിഷനും ഇന്റർമോളിക്കുലർ മൊമെന്റം ട്രാൻസ്ഫറും ആണ് വിസ്കോസിറ്റി ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ, അപ്പോ ഈ രണ്ട് കാരണം കൊണ്ടാണ്, ഈ റീസൺ കൊണ്ടാണ് ലിക്വിഡിലും എയറിലും ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് വിസ്കോസിറ്റിയുടെ ചേഞ്ച് ഡിഫറെന്റ് ആയത്. അതായത് ലിക്വിഡിന്റെ കേസിൽ പ്രിഡോമിനന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പ്രിഡോമിനന്റ് ഫാക്ടർ എന്ന് പറയുന്നത്, വിസ്കോസിറ്റിക്ക് കാരണമായിട്ടുള്ള പ്രിഡോമിനന്റ് ഫാക്ടർ എന്ന് പറയുന്നത് കൊഹിസീവ് ഫോഴ്സ് ആണ്. ഈ ഇന്റർമോളിക്കുലർ മൊമെന്റം ട്രാൻസ്ഫറിനേക്കാളും പ്രിഡോമിനന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ലിക്വിഡിന്റെ കേസിൽ. അപ്പോൾ കൊഹിസീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്. ഇങ്ങനെ ഡിഫറെന്റ് മോളിക്യൂൾസ് പരസ്പരം എന്ത് ചെയ്യുന്നുണ്ടാവും? അട്രാക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ലിക്വിഡിൽ എന്ത് ചെയ്യുന്നത്? വിസ്കോസിറ്റി ഉണ്ടാകുന്നത്. വിസ്കോസിറ്റി ഇതാണ് പ്രിഡോമിനന്റ്. ഇനി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ എനർജി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ എനർജി അബ്സോർബ് ചെയ്തിട്ട് ഈ മോളിക്യൂൾസ് എല്ലാം ദൂരത്തേക്ക് മാറും, അല്ലെ? മോളിക്യൂൾസ് എല്ലാം ദൂരോട്ടേക്ക് മാറും. മോളിക്യൂൾസ് എല്ലാം ഡിസ്റ്റൻസിൽ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഈ കൊഹിസീവ് ഫോഴ്സ് കുറയും. മോളിക്യൂൾസ് തമ്മിലുള്ള കൊഹിസീവ് ഫോഴ്സ് കുറയും, സ്വാഭാവികമായിട്ട് വിസ്കോസിറ്റി കുറയും. അപ്പോൾ അതുകൊണ്ടാണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ലിക്വിഡിൽ എന്ത് ചെയ്യുന്നത്? ലിക്വിഡില് വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യുന്നത്. ഈ ഒരു കർവ് നോക്കുക, വിസ്കോസിറ്റി എന്താ ചെയ്യുക? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ലിക്വിഡിൽ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. ഇനി ഗ്യാസിന്റെ കേസിലാണെങ്കിൽ നേരെ തിരിച്ചാണ്. ഗ്യാസിന്റെ കേസിൽ കോസീവ് ഫോഴ്സിനേക്കാളും പ്രിഡോമിനന്റ് ഫാക്ടർ എന്ന് പറയുന്നത് മോളിക്കുലാർ മൊമെന്റം ട്രാൻസ്ഫർ ആണ്. അതായത് ഗ്യാസിന്റെ കേസിൽ ഇപ്പൊ ഒരു കണ്ടെയ്നറിലുള്ള ഗ്യാസ് മോളിക്യൂൾസ് ആണെന്ന് വിചാരിക്കുക, ഗ്യാസ് മോളിക്യൂൾസ് ആണ്. നമ്മളത് ഹീറ്റ് ചെയ്യുമ്പോൾ എനർജി കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ മോളിക്യൂൾസ് എല്ലാം കൈനറ്റിക് എനർജി അബ്സോർബ്, ആ ഒരു കൈനറ്റിക് എനർജിയിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് കാരണം മോളിക്യൂൾസ് ഒക്കെ കൂടുതൽ സ്പീഡിൽ മൂവ് ചെയ്യാൻ തുടങ്ങും, അല്ലെ? സ്പീഡിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. പരസ്പരമുള്ള കൊളീഷൻ കൂടും, മോളിക്യൂൾസ് തമ്മിലുള്ള കൊളീഷൻ കൂടും. അല്ലെങ്കിൽ മോളിക്യൂൾസ് തമ്മിലുള്ള മൊമെന്റം ട്രാൻസ്ഫർ, ഇന്റർമോളിക്കുലർ മൊമെന്റം ട്രാൻസ്ഫർ കൂടും. മോളിക്യൂൾസ് കൂടുതലായിട്ട് കൊളൈഡ് ചെയ്യാൻ തുടങ്ങും, പരസ്പരം കൂടുതലായിട്ട് കൊളൈഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യും? കൂടുതലായിട്ട് കൊളൈഡ് ചെയ്യുമ്പോഴത്തേക്കും അത് ആ മോളിക്യൂൾസിന്റെ ഫ്ലോനെ റെസിസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ആ ഇന്റർമോളിക്കുലർ മൊമെന്റം ട്രാൻസ്ഫർ കൂടുന്നതുകൊണ്ട് തന്നെ മോളിക്യൂൾസിന്റെ ഫ്ലോ എന്ത് ചെയ്യും? റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ റെസിസ്റ്റൻസ്, വിസ്കസ് ഫോഴ്സ്, ആ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ വിസ്കോസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഗ്യാസിന്റെ കേസിൽ ഇന്റർമോളിക്കുലർ മൊമെന്റം ട്രാൻസ്ഫർ ആണ് പ്രിഡോമിനന്റ് ഫാക്ടർ, വിസ്കോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രിഡോമിനന്റ് ഫാക്ടർ. ലിക്വിഡിന്റെ കേസിലാണെങ്കിൽ കൊഹിസീവ് ഫോഴ്സ് ആണ്. അപ്പോൾ ലിക്വിഡിന്റെ കേസിൽ കൊഹിസീവ് ഫോഴ്സ് നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ കൊഹിസീവ് ഫോഴ്സ്, മോളിക്യൂൾസ് ദൂരത്തേക്ക് മാറുന്നതുകൊണ്ട് തന്നെ കൊഹിസീവ് ഫോഴ്സ് കുറയും. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് ടു ഫ്ലോ കുറയും, അതായത് വിസ്കോസിറ്റി കുറയും. അതേസമയം ഗ്യാസിന്റെ കേസിൽ ഈ ഇന്റർമോളിക്കുലർ മൊമെന്റം ട്രാൻസ്ഫർ കാരണമാണ് എന്ത് ചെയ്യുന്നത്? വിസ്കോസിറ്റി ഉണ്ടാകുന്നത്. അതായത് അതാണ് പ്രിഡോമിനന്റ് ഫാക്ടർ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജിയിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഇന്റർമോളിക്കുലർ മൊമെന്റം ട്രാൻസ്ഫർ കൂടും, അവിടെ ഫ്ലോ റെസിസ്റ്റൻസ് കൂടും. അതായത് മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്തിട്ട് കൂടുതൽ റെസിസ്റ്റൻസ് അവിടെ ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ എന്തായി? വിസ്കോസിറ്റി കൂടി. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗ്യാസിന്റെ വിസ്കോസിറ്റി കൂടും. അപ്പോ
എപ്പോഴും ഓർത്ത് വെക്കുക, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ലിക്വിഡിന്റെ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്യാസിന്റെ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ലിക്വിഡിലെ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക ടെമ്പറേച്ചറിനനുസരിച്ചിട്ട്, ഗ്യാസിൽ ടെമ്പറേച്ചറിനനുസരിച്ച് വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യും. ഇനി ഗ്യാസിന്റെ കേസിൽ ആബ്സല്യൂട്ട് വിസ്കോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് 2 ടൈംസ് ടെമ്പറേച്ചർ. റൂട്ട് ഓക്കെ, റൂട്ട് 2 ടൈംസ് ടെമ്പറേച്ചർ. അതായത് മ്യൂ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി ആയിരിക്കും എന്തിന്റെ കേസിൽ, ഗ്യാസിന്റെ കേസിൽ. അതുപോലെ തന്നെ കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T⁻². കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T⁻². ഈ റിലേഷനും കൂടെ നമ്മൾ ഓർത്ത് വെക്കണം. അബ്സല്യൂട്ട് വിസ്കോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി. കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T⁻². ഇനി ഞാൻ നേരത്തെ പറഞ്ഞു വിസ്കോസിറ്റി ഹാസ് നോ കണക്ഷൻ വിത്ത് ഡെൻസിറ്റി. ഡെൻസിറ്റിയും വിസ്കോസിറ്റിയും തമ്മിൽ കണക്ഷൻ ഒന്നുമില്ല, അല്ലെങ്കിൽ ഡെൻസിറ്റി വിസ്കോസിറ്റിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ല. ഇവിടെ നോക്കുക, ഈ ഒരു എക്സാമ്പിൾ, ഈ 2 എക്സാമ്പിൾ കൂടി നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവും. ഇവിടെ നമുക്കറിയാം മെർക്കുറിയുടെ ഡെൻസിറ്റി ഗ്ലിസറിന്റെ ഡെൻസിറ്റിനേക്കാൾ കൂടുതലാണ്. ഗ്ലിസറിന്റെ ഡെൻസിറ്റി വാട്ടറിന്റെ ഡെൻസിറ്റിനേക്കാളും കൂടുതലാണ്. വാട്ടറിൻ്റെത് ഓയിലിനേക്കാളും കൂടുതലാണ്. ഓയിലിൻ്റെത് എയറിനേക്കാളും കൂടുതലാണ്. ഓക്കെ, അപ്പോ അതേ സമയം, അതായത് ഡെൻസിറ്റിയുടെ ഡിക്രീസിങ് ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ, അതായത് Hg, ഗ്ലിസറിൻ, വാട്ടർ, ഓയിൽ ആൻഡ് എയർ. അതേസമയം അതിന്റെ വിസ്കോസിറ്റിയുടെ റിലേഷൻ നോക്കുക. വിസ്കോസിറ്റി ഓഫ് ഗ്ലിസറിൻ ഗ്രേറ്റർ ദാൻ വിസ്കോസിറ്റി ഓഫ് ഓയിൽ. വിസ്കോസിറ്റി ഓഫ് ഓയിൽ ഗ്രേറ്റർ ദാൻ വിസ്കോസിറ്റി ഓഫ് മെർക്കുറി. വിസ്കോസിറ്റി ഓഫ് മെർക്കുറി ഗ്രേറ്റർ ദാൻ വിസ്കോസിറ്റി ഓഫ് വാട്ടർ. വിസ്കോസിറ്റി ഓഫ് വാട്ടർ ഗ്രേറ്റർ ദാൻ വിസ്കോസിറ്റി ഓഫ് എയർ. ഇത് രണ്ടും തമ്മിൽ എന്തില്ല, ഒരു റിലേഷനും ഇല്ല, അല്ലെ? അപ്പോ വിസ്കോസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? വിസ്കോസിറ്റി ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ല. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ വിസ്കോസിറ്റിയും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ബാക്കി ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിന്റെ റിമൈനിങ് പോർഷൻസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.